തിരുവനന്തപുരം അടക്കം 6 കോർപ്പറേഷനുകളിൽ കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തന്നെ പൂർത്തിയായി. രാവിലെ 10-നാണ് കോർപ്പറേഷനുകൾ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. രാവിലെ 11:30 ശേഷമാണ് കോർപ്പറേഷനുകളിൽ സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ഈ ക്ലീറ്റസ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. BJP കൗൺസിലർ VV രാജേഷ്, R ശ്രീലേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന കയ്യിലേന്തിയാണ് കവടിയാർ കൗൺസിലർ KS ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തത്. വൈഷ്ണ സുരേഷ് അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. വൈഷ്ണ സുരേഷും ഈ പറയുന്ന പോലെ തന്നെ ഭരണഘടന കയ്യിലേന്തി തന്നെയാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ഇനി നമുക്ക് ആരാകും മേയർ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതായത് തിരുവനന്തപുരം തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ആരായിരിക്കും മേയർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. കാരണം തിരുവനന്തപുരത്തെ മേയർ എല്ലായ്പ്പോഴും രാജ്യശ്രദ്ധ അടക്കമുള്ളവ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും പ്രായം കൊണ്ട് ആര്യ രാജേന്ദ്രൻ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മേയർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഭരണ മികവ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ജനം തോൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ R ശ്രീലേഖയായിരിക്കുമോ അതോ VV രാജേഷ് ആയിരിക്കുമോ? രണ്ട് പേരുകളിൽ ആരായിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന മേയർ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മേയർ ആരായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 100-ൽ 90% ആളുകളും പറയുന്നു R ശ്രീലേഖ മേയറായി വരാനാണ് സാധ്യത കൂടുതലും എന്നുള്ളത്. ഇപ്പോൾ പാർട്ടിക്കകത്ത് BJPക്ക് അകത്തുള്ള ചർച്ചകളും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും. അല്പസമയം മുൻപ്, അതായത് സത്യപ്രതിജ്ഞ ചെയ്തതിന് മുൻപ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യം, സസ്പെൻസ് നിലനിൽക്കട്ടെ, 26-ന് അറിയാമല്ലോ, ഒരു സസ്പെൻസ് നിലനിൽക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും R ശ്രീലേഖയിലേക്ക് പേര് വരാനുള്ള കാര്യം നോക്കുകയാണെങ്കിൽ R ശ്രീലേഖയാണോ VV രാജേഷ് ആണോ എന്നുള്ള ചോദ്യത്തിന് R ശ്രീലേഖയിലേക്ക് ഉത്തരം വന്നു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് VV രാജേഷും രാജീവ് ചന്ദ്രശേഖറും അത്ര നല്ല ടേംസിലല്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്നാൽ ആ ടേംസ് അല്ലല്ലോ, ഒരു വ്യക്തിപരമായുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ നോക്കുന്നത്. ഇന്ന വ്യക്തി ഒരു മേയറായി വരികയാണെങ്കിൽ ആ പാർട്ടിക്ക് മുഴുവനായി അത് എങ്ങനെയായിരിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഒരു സ്വീകാര്യത ഉണ്ടാവുക എന്ന് കൂടി നോക്കുമല്ലോ. ശരിയാണ്, VV രാജേഷ് എന്ന വ്യക്തി തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ വർഷവും കൗൺസിലർ ആയിരുന്നു. പൂജപ്പുര മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നത്. അതിനുശേഷം തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ആളുകൾക്ക് VV രാജേഷിനെ അറിയാം. പല സമരങ്ങൾക്കും മുൻനിരയിൽ നിന്ന വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ജനങ്ങൾക്ക് സ്വീകാര്യതാണ്. എന്നാൽ R ശ്രീലേഖ അങ്ങനെയല്ല. കേരളം ഒന്നടങ്കം, ഇന്ത്യ അടക്കമുള്ളവർക്ക് വളരെ വ്യക്തമായി തന്നെ ശ്രീലേഖയെ നന്നായി അറിയാം. അറിവ് മാത്രമല്ല, R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകുന്നതിനേക്കാൾ മേയർ ആകാനാണ് തനിക്കും താല്പര്യമെന്ന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. R ശ്രീലേഖ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ വരുമ്പോൾ ആ ഒരു സ്ഥാനത്ത് തന്നെ ഒരു പ്രാധാന്യം ഉണ്ടാകും. ആ സ്ഥാനത്തിന് ഈ R ശ്രീലേഖയെ പോലുള്ള IPS നേതൃത്വം വരികയാണെങ്കിൽ ഒരു പക്ഷേ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ ആ ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനും അത് തന്നെയാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരനും ഒരു ബിസിനസ്മാൻ, ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ BJPയിൽ ഉണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് ഫലം കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ R ശ്രീലേഖയെ കൊണ്ടുവരുന്നതാണ് തനിക്ക് താല്പര്യം എന്നാണ് രാജീവ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ജില്ലാ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിന് തന്നെ കഴിഞ്ഞ ദിവസം രാജീവ് ഡൽഹിയിലേക്ക് പോയിരുന്നു. ഡൽഹിയിൽ സന്ദർശനം നടത്തുകയും ഡൽഹിയിൽ നിന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ആകപ്പാടെ ഒരു തടസ്സം എന്നുള്ളത് RSSന്റെ ഒരു നിലപാടാണ്. RSSന് VV രാജേഷിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, മേയർ ആക്കണം എന്നായിരുന്നു RSSന്റെ ഒരു നിലപാട്. എന്നാൽ RSS VV രാജേഷിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ പകരം VG ഗിരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് RSS ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 3 തവണയും കൗൺസിലറും ജില്ലാ കാര്യമൊക്കെ ആയിരുന്നു VG ഗിരികുമാർ. ഈ VG ഗിരികുമാറിനെ മേയർ ആക്കണം എന്നൊരു അഭിപ്രായം RSS മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ RSS പിന്നീട് ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കേന്ദ്ര നേതൃത്വം പറയുന്നത് ഇവിടെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർക്ക് വനിതാ സംവരണമാണുള്ളത്. കഴിഞ്ഞ തവണ അത് ജനറൽ കാറ്റഗറി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ വരുന്നത് വനിതാ നേതൃത്വമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ VV രാജേഷ് മേയറായിട്ടും ശ്രീലേഖ ഡെപ്യൂട്ടി മേയറായിട്ടും വരട്ടെ എന്നായിരുന്നു ആദ്യ ചർച്ച. എന്നാൽ പിന്നീട് തനിക്ക് ഡെപ്യൂട്ടി മേയറാകാൻ അത്ര താല്പര്യമില്ല എന്ന് ശ്രീലേഖ അഭിപ്രായപ്പെട്ടിരുന്നു. ശ്രീലേഖയെ അങ്ങനെ കൈവിടാൻ കഴിയില്ല. കാരണം ശ്രീലേഖ വളർന്നു വന്ന ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ശ്രീലേഖയെ മാത്രം വിശ്വസിച്ചാണ് ശാസ്തമംഗലത്തിലെ ഒരു പറ്റം ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ വോട്ട് നമുക്ക് അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ കൈവിടാൻ സാധിക്കുകയും
സംശയമില്ല. അതുകൊണ്ട് തന്നെ ശ്രീലേഖ മേയറായി വരട്ടെ, ഡെപ്യൂട്ടി മേയറായിട്ടും ഒരു വനിത തന്നെ വന്നോട്ടെ എന്നാണ് കേന്ദ്രം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് നാരി ശക്തി എന്ന് പറയുന്നത്. നാരി ശക്തിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ നാഷണൽ ലെവലിൽ, അതായത് കേന്ദ്ര ലെവലിൽ ഉയർത്തിക്കാട്ടാൻ കഴിയും. BJPക്ക് അതൊരു വലിയ നേട്ടം തന്നെ ആയിരിക്കുമെന്ന് പറയാനാണ് ഇപ്പോൾ കേന്ദ്രം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടും വനിതകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വീണ്ടും ഒരു ചരിത്രം കുറിക്കുകയാണ് കോർപ്പറേഷൻ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നാരി ശക്തിയിൽ അങ്ങനെയെങ്കിൽ ഉയർത്തിപ്പിടിക്കാൻ കൃത്യമായും തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. VV രാജേഷിനെ തഴയും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീലേഖ തീർച്ചയായും മേയറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. ശ്രീലേഖ വന്നു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ജനങ്ങളും ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾ വരാൻ തന്നെയാണ്. അത് തന്നെയാണ് ഇതിനു മുൻപും ഈ ഒരു സ്ട്രാറ്റജി BJP എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മെട്രോമാനെ പോലെയുള്ള ഈ ശ്രീധരനെ അടക്കം പോലെയുള്ള അവരെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാക്കിയിരുന്നു. എന്നാൽ ഈ ശ്രീധരന് രണ്ടാമത് പിന്തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഈ ശ്രീധരൻ മികച്ച വോട്ട്, ഏകദേശം 30,000-ഓളം വോട്ട് ഈ ശ്രീധരൻ നേടിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രൊഫഷണലുകളെ കൊണ്ടുവന്നാൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ശ്രീലേഖ എന്ന പേരിൽ ഉറപ്പിക്കാനാണ് സാധ്യത. അല്പസമയത്തിനകം ജയിച്ച സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരുമായി ഒരു ചർച്ച BJP അംഗങ്ങൾ നടത്തുമെന്നാണ് വ്യക്തമാകുന്നത്. മേയർ സ്ഥാനാർത്ഥി ആര് എന്ന് 26-ന് അറിയാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. BJP നേടിയത് ഉജ്ജ്വല വിജയമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ആവർത്തിക്കുമെന്നും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കറും പറഞ്ഞു. BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വവും തന്നെയെന്നും വിജയത്തിന്റെ ആധാരമെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്ര നിമിഷമാണിതെന്നും 45 ദിവസത്തിനകം വികസന ബ്ലൂ പ്രിന്റ് പുറത്തിറക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസന പദ്ധതികളുടെ പ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രിയും വരും. മേയർ സ്ഥാനാർത്ഥി 26-ന് തീരുമാനിക്കും. കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തീർച്ചയായും സസ്പെൻസിന്റെ കാലാവധി അധികം നീട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജനങ്ങൾ ആഗ്രഹത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ശ്രീലേഖ തന്നെയാകാൻ ആണ് സാധ്യത കൂടുതലും എന്നാണ് വ്യക്തമാകുന്നത്.